അസ്സലാമലൈക്കും. മാന്യ പ്രേക്ഷകർക്ക് റംസാൻ കുക്കറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രേഷ്മി റഫീഖാണ്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നമുക്ക് ചോദിക്കാം. രേഷ്മി, ഹായ്. ഇന്ന് എന്താണ് സ്പെഷ്യൽ ഒരു വിഭവമായിട്ട് വന്നിട്ടുള്ളത്? റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എഗ് ബോണ്ട. എഗ് ബോണ്ട അല്ലേ? ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് രേഷ്മി ഉണ്ടാക്കുന്നതെന്ന്. 3 എഗ് പുഴുങ്ങി ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതൊരു ബൗളിലേക്ക് ഇടാം. കുറച്ച് കടലമാവ് 2 ടീസ്പൂൺ ഇടാം. പിന്നെ ഗാർലിക് പേസ്റ്റ് ആണ്. പച്ചമുളക് ആഡ് ചെയ്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടാണ് അല്ലേ? ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട്, സാൾട്ട്, പിന്നെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെലയും കൂടി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല പാൻ കത്തിക്കല്ലേ? ഓക്കെ. ഇത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ആഡ് ചെയ്യണം. ഇത് എല്ലാം ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് നന്നായി കുഴക്കുക. നമുക്കിങ്ങനെ ബോൾസ് ആണല്ലേ തയ്യാറാക്കുന്നത്? വലിയ പരിവായിട്ട് മതി. എല്ലാം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, ഓയിൽ ഒഴിക്കാം. ഡീപ്പായിട്ടുള്ള ഫ്രൈ. നമ്മുടെ എണ്ണ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇടല്ലേ? എല്ലാം വെച്ചിട്ടും എല്ലാം വെച്ചിട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. സ്നാക്സ്, റംസാൻ ഇപ്പം സ്നാക്സുകളൊന്നും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഇതായി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇത് പൊട്ടിത്തെറിക്കുക. മുട്ട ഇത് കാരണം കുറച്ച് വിട്ടിട്ടുണ്ടാ മതി, കുഴപ്പമില്ല. ഇത് ശ്രദ്ധിക്കുക, ഇതുണ്ടാക്കുമ്പോ മുട്ടയുടെ വെളിച്ചെണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കുക. അപ്പൊ ഇത്തിരി വിട്ട് നിൽക്കുക. കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഉമ്മ ചെയ്യുന്നതാണ് ഈ റെസിപ്പി. ഉമ്മമാരൊക്കെ ചെയ്യുന്നതാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നല്ല ഗോൾഡ് ജസ്റ്റ് കളർ മാറിയാൽ മതി.